ഹലോ, വെൽക്കം ബാക്ക്. വോക്ക് വിത്ത് ക്യാപ്സ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും ഞാൻ എന്താ ഈ കോലത്തില്, ഇവിടെ അത്രയ്ക്ക് തണുപ്പാണ് ഗൈസ്, അത്രയ്ക്ക് തണുപ്പ്. അതുകൊണ്ട് ഇതൊക്കെ വെച്ചിറങ്ങിയില്ലെങ്കിലേ ഒരു രക്ഷയില്ല. പിന്നെ ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ ഇത്തിരി സന്ദ്രമായിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഈ അന്തരീക്ഷം കണ്ടിട്ട് അത്ര വലിയ ചൂടാണെന്നൊന്നും വിചാരിക്കണ്ട, കട്ട തണുപ്പ. ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ പോലല്ല കേട്ടോ. റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അവിടെ ഗ്രീൻ ആവുന്ന സമയത്ത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം. ഇത് പല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നോണ്ടാണ് കേട്ടോ ഞാനിത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഇനി ഇത് വലിയ ജാടക്കാരിയാണെന്നൊന്നും വിചാരിക്കണ്ട. ദേ ഈ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇത് ഇതുപോലെ വന്ന് നമ്മൾ അഗെയിൻ ഇവിടെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ വണ്ടികളെല്ലാം നിർത്തും. അവിടെ ഗ്രീൻ കാണുമ്പോൾ നമുക്ക് വീണ്ടും പോകാൻ പറ്റും. അങ്ങനെ വീണ്ടും ഈ ഗ്രീൻ ഒക്കെ തെളിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വെച്ച് പിടിച്ചു. ഇതാട്ടോ ബസ് സ്റ്റോപ്പ്. ഈ അന്തരീക്ഷം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കട്ട വെയിലാണ്, ചൂടാണെന്ന്. ഒന്നുമല്ല, വെയിലുണ്ട്, പക്ഷെ വെയിലിന് ചൂടില്ല. പക്ഷെ നല്ല ഒടുക്കം വെച്ച തണുപ്പും നല്ല കാറ്റും. നമ്മളിങ്ങനെ ഐസ് ആവുന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയാണ് കേട്ടോ. അങ്ങനെ നിന്ന് എനിക്ക് ബസ് കിട്ടി. ഞാനങ്ങനെ വെല്ലറ്റേക്ക് പോവാണ്. വെല്ലറ്റേക്കുള്ള ബസ് കയറി. എനിക്ക് എംസിത എന്ന് പറയുന്ന സ്ഥലത്താണ് പോകേണ്ടുന്നത്. അവിടാണ് നമ്മുടെ ചർച്ച് ഉള്ളത്. അതൊരു അത്യാവശ്യം നല്ല പഴയ ഒരു ചർച്ചാണ്. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ കാണുന്നതെല്ലാം വെല്ലറ്റേക്ക് പോകുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ എല്ലാം ക്രിസ്മസിന് വേണ്ടിയിട്ട് ഇപ്പം ഒരുങ്ങി കഴിഞ്ഞു. ഓൾമോസ്റ്റ് അവരുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതാണ് വെള്ളേറ്റ. ഇതാണ് വെള്ളേറ്റയിൽ എന്തോ ഒരു സ്പെഷ്യൽ സ്ഥലമാണ്. എനിക്ക് അതിനെപ്പറ്റി വലിയ പിടിയില്ല. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞിട്ട് പറയാം. ഈ കാണുന്നതാണ് വെള്ളേറ്റ ബസ് സ്റ്റാൻഡ്. ഇതിൽ 13A പോയി നിന്നിട്ട് വേണം എനിക്ക് അടുത്തേക്കുള്ള ബസ് കിട്ടാനായിട്ട്. ഇതിപ്പോ ഞാൻ എംസിയുടെ എത്തി കേട്ടോ. പള്ളിയിലേക്കുള്ള വഴികൾ ഇങ്ങനെ നോക്കൊണ്ടിരിക്കും. ഒറ്റയ്ക്ക് ഉള്ളായതുകൊണ്ട് വഴി കണ്ടുപിടിക്കാനും നല്ല പാടായിരുന്നു. അറ്റ് ലാസ്റ്റ് പള്ളിയുടെ അടുത്ത് എത്തി. പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, നോക്കാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പള്ളി. സെന്റ് പീറ്റേഴ്സ് പാരിഷ് ചർച്ച്, എംസിത എന്നാണ് കേട്ടോ ഇതിനെ അറിയപ്പെടുന്നത്. ഇത് മാൽട്ടീസിൽ വേറെ എന്തോ ഒരു പേരാണ് പറയുന്നത്. ഇത് പണി കഴിപ്പിച്ചത് 1867 കേട്ടോ. ഇതിന്റെ പഴയ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത പിക്ചർ ആണേ. ഇപ്പൊ റോഡ് പണി കാരണം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പള്ളിയിൽ കുർബാനയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഞാൻ പള്ളിക്കകത്തേക്ക് പോവാണ്. എനിക്ക് ഈ പള്ളി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുകാട് പള്ളിയുടെയൊക്കെ ഒരു ലുക്കാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നമ്മുടെ വെട്ടുകാട് ചർച്ചിന്റെ ഏകദേശം ഒരു എന്താ പറയാ, ആ മേൽഭാഗമൊക്കെ കാണാൻ എനിക്ക് ഏകദേശം അതുപോലൊക്കെ തോന്നി. ഈ പള്ളി രണ്ടാമത് റിനോവേറ്റ് ചെയ്തത് 1894 റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1889 കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവർക്കും ഇത് ഓപ്പൺ ആക്കി കൊടുത്തത്. ഇത് എന്താ പറയാ, ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് പോലെ അവർ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റിൽ. കുർബാനയും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാവാറുള്ള പള്ളിയാണ്. ഇവിടെ തൊട്ടാണ് കേട്ടോ കോമഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട്, ഒറ്റയ്ക്ക് വന്നതുകൊണ്ടും ഫോട്ടോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ കണ്ടൊരു ചേട്ടൻ്റെ അടുത്ത് എടുത്തു തരാൻ പറഞ്ഞത് എടുത്ത ഫോട്ടോസാണിത്. ബാക്കി ഫോട്ടോസ് ഞാനിവിടെ വെക്കുന്നില്ല, കാരണം ചേട്ടന് ഫോട്ടോ എടുക്കുന്നതിനെ പറ്റി വലിയ പിടിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് തന്നെ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ കാണുന്നത് ഇങ്ങനെ കോർണിഷിന്റെ ഒരു വ്യൂ ആണ് കേട്ടോ. പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നീല ആകാശവും നീല വെള്ളവും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ഈ സ്ഥലം കാണാൻ. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് കേട്ടോ. അവിടെ ഒരു കുഞ്ഞു ബേബി ഉണ്ട്. കുഞ്ഞു ബേബീനെ കാണാനാട്ടോ ഞാൻ ഇത്ര ധൃതിപ്പെട്ട് അങ്ങോട്ട് പോകുന്നത്. ഇസു ബേബി, ഇസു എന്നാണ് കേട്ടോ ആളുടെ പേര്. നമുക്ക് അവിടെ ചെന്ന് ഇസു ബേബിനെ കാണാവേ. ഇതാണ് എൻ്റെ ഇസു ബേബി. ഞാൻ ചെന്ന സമയം തൊട്ട് ആള് നല്ല ഉറക്കം. ഞാൻ പഠിച്ച പണി 18 നോക്കി ആളെ ഉണർത്താനായിട്ട്. ഒരു രക്ഷയില്ല. അവസാനം ഞാൻ ഇരുന്നിരുന്ന് ലേറ്റായി. ലേറ്റായി എന്ന് പറയാൻ പറ്റില്ല. ഇത് കണ്ടോ, മാൾട്ടയില 5 മണി സമയമാണ് ഈ കാണുന്നത്. ഇനി ഇവിടുന്ന് ബസ് കിട്ടുമെന്നായിരുന്നു കേട്ടോ എൻ്റെ ആദ്യത്തെ ടെൻഷൻ. പിന്നാണ് അറിഞ്ഞത് 24 മണിക്കൂറും മാൾട്ടയിൽ ബസ് സർവീസ് ഉണ്ട്. പക്ഷെ കുറച്ച് ലേറ്റ് ആയാലും ബസ് പിടിച്ച് ഞാനിങ്ങനെ വീട്ടിലെത്തി guys. രാത്രി ആയപ്പോഴത്തേക്കും തണുപ്പ് നല്ല കട്ടയ്ക്ക് കൂടാൻ തുടങ്ങി. Okay, bye bye. See you in my next vlog. Bye.